നമ്മുടെ ലൈഫിൻ്റെ ഒക്കെ ഒരു നല്ല പീരീഡ് എന്ന് പറയില്ലേ, കുഴപ്പമില്ലാത്തൊരു ശമ്പളം, ഒപ്പം റൺ ചെയ്യുന്ന ഒരു ക്യാമ്പ്, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ ഒരു ടൈം, വീക്കെൻഡിലൊക്കെ ട്രിപ്പ് പോകുന്നു, അങ്ങനെ ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നം വരാനുണ്ടെന്ന് ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഒരു കാർ വന്നിടിച്ച് കാല് ഫ്രാക്ചർ ആവുന്നു. ഒറ്റ ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസമല്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫ് മാറാന്ന് പറയില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ സർജറി വേണം ലെഗിന്. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഒരു 3 വർഷം നമ്മൾ സേവ് ചെയ്തൊരു ഫണ്ട് ഉണ്ടായിരുന്നു, അത് മൊത്തം അതിനു വേണ്ടി കൊടുത്താണ്. പുറമെ കടെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. പിന്നെ ഒരു ലോങ് ടൈം നമുക്ക് റെസ്റ്റ് പറയാം. അറൗണ്ട് 6 months. ഇപ്പോൾ ആക്സിഡന്റ് കഴിഞ്ഞ് 4 months ആയി. അറൗണ്ട് 6 months ആണ് നോർമലായിട്ട് നടക്കുക, എന്നാലും ഓടാനൊന്നും പറ്റില്ല. ആ ഒരു ടൈം നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീക്കിലി ട്രിപ്പ് പോകണ്ടായിരുന്ന ആൾ ഒരു റൂമിനുള്ളിൽ, എന്നും ഒരുപാട് ആൾക്കാരെ കാണണ്ടായിരുന്ന ഒരാൾ റൂമിനുള്ളിൽ ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരാളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്താണ്. എന്താ പറയുക, നമ്മൾ ഹാപ്പിനെസിന്റെ പീക്ക് നിൽക്കുക എന്ന് പറയില്ലേ. നമ്മൾ ഈ പാമ്പും കോണിയും കളിക്കുമ്പോൾ മുകളിലെത്തി നിന്നിട്ട് പാമ്പ് മിണുങ്ങുന്ന അവസ്ഥയില്ലേ, ഒറ്റയടിക്ക് താഴെ വന്ന ഒരു ഫീലായിരുന്നു. മെന്റലി ഒക്കെ ഡൗൺ ആയി പോകും. പെയിൻ, പിന്നെ ആലോചിച്ചിട്ട് പൈസയുടെ കാര്യം ആലോചിക്കുക, ജോലിയില്ല, ജോലി പോവും, പേടികൾ, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എത്തി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ ലൈഫ് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. അതായത് ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ട്. പക്ഷെ ഇത്ര ഒരു ഡൗൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ നമ്മൾ മൈൻഡോട് പ്രിപ്പയർഡായി, ഇനി എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു എൻഡല്ല, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പുതിയൊരു എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോകുന്നു. ഇതിനിടയിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് ട്രാവലാണ്. നമ്മളിപ്പോൾ ക്യാമ്പ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാതെ തന്നെ വീക്കെൻഡിലൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്യാമ്പിൽ പോയിട്ട് ട്രക്കിംഗ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. അതൊന്നും ഈ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളെന്താ വെച്ചാൽ ഞാനത് എന്തായിട്ട് കണ്ടില്ല. ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പയ്യെ നടന്നു. നമുക്കൊരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും നടക്കണമെന്ന്. അങ്ങനെ സ്റ്റിക്കൊക്കെ കുത്തി പിടിച്ച് പയ്യെ പെയിനൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും പയ്യെ നടന്നു തുടങ്ങി. എന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങി. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് റീച്ചൊക്കെ കിട്ടി തുടങ്ങി. ഞാൻ മൈൻഡിലത് ഫിക്സ് ചെയ്തു, എന്ത് പൊട്ട സമയമാണ്, എനിക്ക് നല്ലൊരു സമയം വരും. ആ ഒരു ഹോപ്പ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് പോയി. നമ്മൾ ഡൗൺ ആകുമ്പോഴും മനസ്സിലത് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരുന്നു, പൊട്ട സമയമാണ്, നല്ല സമയം വരും എന്നുള്ളത്. ഇപ്പം ഏകദേശം 4 മാസം കഴിഞ്ഞു. ഞാനൊരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്തു, നല്ല കാലം വരും എന്നുള്ളൊരു സാധനത്തിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കിടന്ന് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള വർക്കിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഒരു ക്യാമ്പ് അത് റീസ്റ്റാർട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒന്ന് എൻഡ് ആവുക എന്നുള്ളത്. അപ്പോൾ അത്ര തന്നെ.